ഹായ് കൂട്ടുകാരെ, ഇന്ന് ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം എറണാകുളം ജില്ലയിലെ ഒരു ദ്വീപിലേക്കാണ്. ധാരാളം സിനിമകൾ ചിത്രീകരിച്ച ഒരു സ്ഥലമാണിത്. മുൻപ് ഇവിടെ എത്തണമെങ്കിൽ വളരെ പാടായിരുന്നു. ആകെ മാറിയിരിക്കുന്നു. കടമുക്കുടിയിൽ വളരെ എളുപ്പത്തിൽ എത്താൻ കഴിയും. കൊച്ചിയിലുള്ളവർക്ക് കടത്ത് കടക്കാതെ വരാപ്പുഴ പാലം വഴി ഇവിടെ എത്താനാകും. നഗരത്തിലുള്ളവർക്ക് തിരക്കുകൾ മാറ്റിവെച്ച് പ്രകൃതി രമണീയമായ കാഴ്ചകൾ കാണാൻ ഈ സ്ഥലം തിരഞ്ഞെടുക്കാം. ജലകാഴ്ചകളുടെയും ആകാശ കാഴ്ചകളുടെയും രുചികളുടെ വൈവിധ്യവും ഇവിടെയുണ്ട്. പക്ഷികൾ കൂട്ടമായും ദേശാടനക്കിടികളും എത്തുന്ന ഈ ദ്വീപ് ഫോട്ടോഗ്രാഫർമാരുടെ ഇഷ്ട ഇടമാണ്. രാവിലെയാണ് കൂടുതൽ പക്ഷികൾ കാണാൻ കഴിയുക എന്നതാണ് എൻ്റെ വിശ്വാസം. സൂര്യോദയവും അസ്തമയവും കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഇവിടുത്തെ പ്രധാന വരുമാന മാർഗം മത്സ്യകൃഷിയും പൊക്കാൾ കൃഷിയുമാണ്. എന്നാൽ ഇപ്പോൾ ടൂറിസവും വരുമാന മാർഗമായി മാറിക്കഴിഞ്ഞു. ഇവിടെ നോക്കിയാൽ ധാരാളം തട്ടുകടൽ കാണാം. ഞാൻ വന്നിരിക്കുന്ന സമയം ഉച്ചക്കാണ്. ഉച്ചയ്ക്ക് വന്നത് തെളിഞ്ഞ ഒരു കാഴ്ച കാണാം എന്നുദ്ദേശിച്ചാണ്. ആകാശമേഘങ്ങളും ദൂരെ കാഴ്ചകളും തെളിഞ്ഞ് കാണണമെങ്കിൽ ഉച്ചയ്ക്ക് വരണം. രാവിലെ വന്നാൽ ദൂരെ കാഴ്ചകൾ മൂടലായിരിക്കും. ഇവിടെ ഓപ്പൺ ജിം സജ്ജീകരിച്ചിട്ടുണ്ട്. പ്രഭാത നടപ്പ് നടത്തുന്നവരും രാവിലെ എക്സസൈസ് ചെയ്യുന്നവരും ആളുകളാണ് കൂടുതലും ഇത് തിരഞ്ഞെടുക്കുന്നത്. പലതരത്തിലുള്ള ഉപകരണം കാണാം. അതിൻ്റെ ഉപയോഗരീതി ഈ ബോർഡിൽ കാണാം. അത് വായിച്ച് മനസ്സിലാക്കി നമുക്ക് എങ്ങനെ ചെയ്യണമെന്ന് മനസ്സിലാകും. മീൻ പിടിക്കാൻ ആളുകൾ പോകുന്ന വഞ്ചികൾ കാണാം. വഞ്ചിയിൽ മോട്ടോർ ഘടിപ്പിച്ചിട്ടുണ്ട്. അതിനാൽ അത് വേഗത്തിൽ പായുന്നു. ഈ ദ്വീപിൽ വരുന്നവർക്ക് ബോട്ട് യാത്ര ചെയ്യണമെങ്കിൽ എല്ലാം സജ്ജീകരണം ഇവിടെയുണ്ട്. ഇനി നമുക്ക് ആ ഭാഗത്തേക്ക് പോകാം. ഇവിടെ ഒരാൾ അദ്ദേഹം ചൂണ്ടിയിട്ടും മീനെ പിടിച്ച് കാണിച്ചു തന്നു. ഏകദേശം 300 രൂപ കിട്ടുമെന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. വരാപ്പുഴ മാർക്കറ്റിൽ ഈ മീൻ കൊടുക്കും. അവിടെ അവർ അത് ലേലം വിളിച്ചാണ് വിൽക്കുന്നത്. ഇവിടുത്തെ കായൽ കാഴ്ചയും കെട്ടുകളുടെ മനോഹാരിതയും ആദ്യം കാണുന്നവർക്ക് ആകർഷണീയമായിരിക്കും. വൈകുന്നേരം സജീവമാകുന്ന തട്ടുകടയും സഞ്ചാരികളുടെ തിരക്കും കാണാൻ സാധിക്കുന്നതാണ്. വ്ളോഗർമാരുടെ ഇഷ്ടയിടമാണ് കടമക്കുടി. റീൽസിലും യൂട്യൂബിലും നിറഞ്ഞു കിടക്കുന്നു. കേരളത്തിൻ്റെ വൃക്ഷമായ തെങ്ങുകൾ ധാരാളം ഇവിടെ കാണാം. നിരനിരയായിരിക്കുന്നത് അതിൻ്റെ മനോഹാരിത കൂട്ടുന്നു. ഈ പ്രദേശം ചുറ്റുമുള്ള സ്ഥലം ഒന്ന് ഞാൻ പറഞ്ഞു തരട്ടെ. എനിക്കറിയാവുന്ന സ്ഥലങ്ങളാണ് ഞാൻ പറയുന്നത്. ഇതിൻ്റെ വടക്കായ ചാത്തനാടും കോട്ടുവള്ളിയുമാണ്. പടിഞ്ഞാറ് വൈപ്പിൻ കുഴുപ്പുള്ളി, അങ്ങനെ തെക്ക് പിഴല, കിഴക്ക് വരാപ്പുഴ, അങ്ങനെയാണ് വരുന്നത്. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തിയത് കടമക്കുടി ദ്വീപാണ്. ഇവിടെ ഞാൻ മനസ്സിലാക്കിയ കാര്യം ഇതുമാത്രമല്ല ഇവിടുത്തെ വിശേഷം അല്ലേ. ഇനിയുമുണ്ട് ഈ സ്ഥലത്തെ വിശേഷം. പക്ഷേ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ കാണിച്ചു തരാൻ എനിക്ക് കഴിഞ്ഞു എന്ന വിശ്വാസത്തോടെ ഞാൻ പോകട്ടെ. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെയും ബായ്.